ഒരു മുന്നണിയിലേക്കും തങ്ങളെ ആരും ക്ഷണിക്കേണ്ടെന്ന് കേരള കോൺഗ്രസ് എം. ഇടതുമുന്നണി വിട്ടുപോകുന്ന ഒരു തീരുമാനം കേരള കോൺഗ്രസ് എടുത്തിട്ടില്ല. NDA മുന്നണിയിലേക്ക് പോകണമെന്ന അഭിപ്രായം ഒരാളും പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ല. ഇടതുമുന്നണിയിൽ ശക്തമായി തുടരുമെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്നും ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം പുറത്തു കഴിഞ്ഞതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എം NDAയിലേക്ക് പോകണമെന്ന അഭിപ്രായം ചിലർ ഉന്നയിച്ചു എന്ന തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വന്നത്. ഇത് പൂർണ്ണമായും തള്ളുകയാണ് പാർട്ടി. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പാർട്ടിയും ഒരു മുന്നണിയും തങ്ങളെ ക്ഷണിക്കേണ്ട എന്നൊരു കടുത്ത നിലപാടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം സ്വീകരിക്കുന്നത്. അതായത് NDA എന്നത് മാത്രമല്ല UDF എന്ന ആലോചന പോലും തങ്ങൾക്കില്ല എന്നാണ് പാർട്ടിയുടെ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ഒരാളും പറഞ്ഞില്ല, അങ്ങനെ ഒരു ചർച്ചയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്ത കാര്യങ്ങൾ മുന്നോട്ട് LDF നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം കൂടാൻ തീരുമാനിച്ചു. താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ എല്ലാ കമ്മിറ്റികളും ചേരാനും ഒക്കെ തീരുമാനിച്ചു. പാർട്ടിയുടെ നേതാക്കളെ ചുമതലപ്പെടുത്തി. എല്ലാ ദിവസവും കോൺഗ്രസ് നേതാക്കളെ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിനി ക്ഷണിക്കേണ്ട എന്ന് വരെ പറയുന്ന സ്ഥിതി ഉണ്ടായല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കേണ്ട, ഞങ്ങളങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല, ആലോചനയില്ല. അതായത് കേരള കോൺഗ്രസ് എം സമ്പൂർണ്ണ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതോടെ ഇനി ഒരു കാത്തിരിപ്പിനില്ലാതെ ഒരു UDF പ്രവേശനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണുള്ളത്. ചില നേതാക്കൾക്കെങ്കിലും NDA എന്ന അഭിപ്രായം ആ പാർട്ടിയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ UDF ആണ് വലിയ സാധ്യത എന്ന നിലയിലേക്ക് അങ്ങോട്ടേക്ക് പോകും എന്നതായിരുന്നു അഭിപ്രായം. CPM-നെതിരെ ക്രോസ് വോട്ട് ആരോപണം അടക്കം ജോസ് കെ മാണി പരസ്യമായി വ്യക്തമാക്കിയതും CPM-ൽ നിന്ന് അകലാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം എന്ന വിലയിരുത്തലുകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷെ അതെല്ലാം തള്ളുകയാണ് പാർട്ടി ഔദ്യോഗികമായി. എന്തായാലും ഇപ്പോൾ UDF-ലേക്കുമില്ല എന്ന് വ്യക്തമാക്കുന്നതോടെ തൽക്കാലം ഒരു രാഷ്ട്രീയ നീക്കമില്ല, അതിനുള്ളൊരു വളക്കൂർ ഉണ്ടായിട്ടില്ല. ഒന്നാമത് UDF വലിയ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ചെന്നാൽ ഒരു പ്രധാനപ്പെട്ട സമ്മർദ്ദ ശക്തിയാകാൻ പോലും തങ്ങൾക്ക് കഴിയില്ല എന്ന രാഷ്ട്രീയ ബോധ്യം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. അത് ജോസ് കെ മാണി പരസ്യമായി തന്നെ വ്യക്തമാക്കിയ ആ ഒരു ക്രോസ് വോട്ട് ആരോപണം CPM-നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, CPM അണികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് CPM-മായി അകലാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഏറ്റവും ആദ്യത്തെ പരാമർശമായാണ് വിലയിരുത്തപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.